കോൺഗ്രസിൽ കെ സുധാകരൻ ഉയർത്തുന്ന വെല്ലുവിളിയെ നേതാക്കന്മാർ അതീവ ജാഗ്രതയോടാണ് നിരീക്ഷിക്കുന്നത്. കാരണം കെ സുധാകരൻ സംസ്ഥാനമൊട്ടാകെ ആരാധകരുള്ള അണികളുള്ള നേതാവാണ്. അതുകൊണ്ട് അദ്ദേഹം ഉയർത്തുന്ന വെല്ലുവിളി സമാന്തര നീക്കങ്ങൾ തെരഞ്ഞെടുപ്പിൽ മുന്നണിയുടെ സാധ്യതകളെ, കോൺഗ്രസിൻ്റെ സാധ്യതകളെ ബാധിക്കുമോ എന്ന ആശങ്കയാണ് നേതാക്കന്മാരെ പ്രധാനമായും അലട്ടുന്നത്. മുതിർന്ന നേതാക്കന്മാരുമായി പ്രാദേശിക തലത്തിലുള്ള നേതാക്കന്മാരും ഇതേ സംബന്ധിച്ച് ആശയവിനിമയം നടത്തി തുടങ്ങിയിട്ടുണ്ട്. കാരണം ഓരോ മണ്ഡലങ്ങളിലും സുധാകരനെ അനുകൂലിക്കുന്ന ആളുകൾ രംഗത്ത് വരാൻ തുടങ്ങിയാൽ അത് മുന്നണിയുടെ സാധ്യതകളെ ബാധിക്കുമെന്നാണ് എല്ലാവർക്കും ഒരു ഭയമുള്ളത്. അതുകൊണ്ട് തന്നെ സുധാകരനെ അനുനയിപ്പിക്കണം, അക്കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യണമെങ്കിൽ വിട്ടുവീഴ്ച ചെയ്യണം എന്നുള്ള ആവശ്യവും പാർട്ടിക്കകത്ത് ഉയരുന്നുണ്ട്. എങ്കിൽ പോലും ഇക്കാര്യത്തിൽ അവസാന വാക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെതാണ്. കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും അടക്കം എടുത്ത തീരുമാനത്തെ മാറ്റിമറിക്കാൻ മറ്റ് നേതാക്കൾക്ക് കഴിയില്ല. എന്തായാലും എംപിമാർക്ക് സീറ്റ് നൽകേണ്ടതില്ല എന്ന പൊതുധാരണയിൽ കോൺഗ്രസ് ഉറച്ചു നിൽക്കുകയാണെങ്കിൽ കെ സുധാകരൻ സമാന്തരമായി നീങ്ങുമെന്ന് ഉള്ള തരത്തിലുള്ള റിപ്പോർട്ടുകളുണ്ട്. നേരത്തെ ബൽറാം റിപ്പോർട്ട് ചെയ്തപോലെ 25 മണ്ഡലങ്ങളിലെങ്കിലും കുറഞ്ഞത് സ്ഥാനാർത്ഥികളെ നിർത്തി മുന്നോട്ട് പോകുന്ന കാര്യം മിനിഞ്ഞാന്ന് തന്നെ, അതായത് ആദ്യം സുധാകരൻ വെല്ലുവിളി ഉയർത്തി ഘട്ടത്തിൽ തന്നെ പ്രചരിച്ചിരുന്ന കാര്യമാണ്. അപ്പോഴൊക്കെ അത്തരം ചില കൂടിയാലോചനകൾ പാർട്ടിക്ക് സംസ്ഥാനത്തെമ്പാടുമായി നടന്നു എന്നുള്ള വിവരങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ സീറ്റ് നിശ്ചയിച്ചു എന്ന് വ്യക്തമാകുമ്പോൾ സുധാകരൻ ആ നീക്കം പൊടുതട്ടിയെടുക്കുകയാണെന്നാണ് നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും നേരത്തെ ദിലീപ് കുമാർ പറഞ്ഞ പോലെ പാർട്ടി രൂപീകരിക്കുകയെന്നും എളുപ്പത്തിൽ സാധ്യമാകുന്ന കാര്യമല്ല. മറിച്ച് അദ്ദേഹത്തിൻ്റെ പാർട്ടിയൊക്കെ പ്രഖ്യാപിക്കാം, പിന്നീട് രജിസ്ട്രേഷൻ പോലുള്ള നടപടികളും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകാരവും ഒക്കെ വേണ്ടതുണ്ട്. ഈ ഘട്ടത്തിൽ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുക, തന്റെ ആവശ്യം നിരാകരിച്ച കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുക എന്നൊരു തന്ത്രമായിരിക്കും ഒരുപക്ഷെ ഇതിലൂടെ സുധാകരൻ പയറ്റുന്നത്. എന്തായാലും സുധാകരൻ നീക്കങ്ങളെ അതീവ ജാഗ്രതയോടെയാണ് കോൺഗ്രസ് നേതൃത്വം നിരീക്ഷിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.